തൃശൂരിൽ പന്നിപ്പനി കണ്ടെത്തി. കുന്നംകുളത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ പിഗ് ബ്രീഡിംഗ് യൂണിറ്റിലെ പന്നികളിലാണ് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. പന്നിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രദേശത്തെ രോഗബാധിത നിയന്ത്രിത മേഖലകൾ പ്രഖ്യാപിച്ചു. ഈ പ്രദേശങ്ങളിൽ നിന്നും പന്നി മാംസം വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും പന്നികളെ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നത് നിയന്ത്രിക്കുന്നതിനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പുചേരുന്നു. സാനു, പറയൂ. കൃഷ്ണരാജ്, ഇത് ഭോപ്പാലിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഒരു പന്നിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പിഗ് ബ്രീഡിംഗ് സെന്ററിലുള്ള പന്നികളിലാണ് ഈ രോഗ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ രോഗം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 1 കിലോമീറ്റർ പരിധിയിൽ അതിതീവ്രമായിട്ടുള്ള മേഖലയായിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. 10 കിലോമീറ്റർ പരിധിയിൽ നിരീക്ഷണം ശക്തമാക്കാനും മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറായിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പന്നിപ്പനി പടരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനു മുമ്പും കുന്നംകുളം മേഖലയിൽ പന്നിപ്പനി സ്ഥിരീകരിക്കുകയും അവിടെ ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള രോഗബാധ ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പടർന്നിരുന്നു. എന്തായാലും ഈ പിഗ് ബ്രീഡിംഗ് ഫാമിലാണ് ഇപ്പോൾ പന്നിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പന്നികളെ പുറത്തു കൊണ്ടുപോകുന്നതിനുമൊക്കെ വലിയ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പന്നി മാംസം ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തുന്ന കടകൾക്കും ഈ ബ്രീഡിംഗ് സെന്ററിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ജൈവമായിട്ടുള്ള രീതിയിൽ ഈ ഒരു നിയന്ത്രണം, അതായത് ഈ രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. സാധാരണ നിലയിൽ പന്നികളെ പുതിയതായിട്ട് വാങ്ങുക അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ വാങ്ങുമ്പോൾ അതിനെ നേരിട്ട് പന്നി ഫാമിൽ അല്ലെങ്കിൽ മറ്റ് പന്നികൾക്കൊപ്പം താമസിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കയറ്റിയിടുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ കൃത്യമായിട്ടുള്ള ക്വാറന്റൈൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് വഴി മാത്രമേ ഇത്തരത്തിലുള്ള പന്നികളെ ഒന്നിച്ചിടാവൂ എന്നും ആരോഗ്യവകുപ്പ് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അത് ആശങ്കപ്പെടുത്തുന്ന സംഭവമല്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും.